അയ്യോ, സമയം 9:30. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എന്തായി ഇപ്പോൾ 9:29 ജൂലൈ 5 നമ്മൾ 7:15 തുടങ്ങിയ അഭ്യാസമാണ്. ആദ്യം ഫ്ലവേഴ്സ് ന്യൂസ് 24, മനോരമ, NDTV, ഇടയ്ക്കുള്ള ഇന്ത്യ ടുഡേ ക്യാൻസലായി. അപ്പോൾ നമുക്കിനിയും കഴിഞ്ഞൊരു 2 hours റീവൈൻഡ് ചെയ്ത് നോക്കാം. ചാനൽ ചർച്ചകളിൽ എന്താണ് സംഭവിക്കുന്നത്, ചാനൽ ചർച്ചകളുടെ പിന്നാമ്പുറങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഷൂട്ടിംഗ് എടുക്കുന്നത്, എങ്ങനെയാണ് ഗസ്റ്റുകൾ അറേഞ്ച് ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ 3 ചർച്ചകളിൽ ഇന്നത്തെ ജൂലൈയുടെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്താ നോക്കാം. ഈ ജൂലൈ 5 സംഭവിച്ച 3 ചർച്ചകൾ, നമ്മുടെ കേരളത്തിലെ കൂടോത്രത്തിൻ്റെ വിഷയം, പിന്നെ ഹത്രാസിൽ മറ്റേ 121 പേര് മരിച്ച വിഷയം, ഇതെല്ലാം കൂടെ ചേർത്താണ്. അപ്പോൾ ചാനൽ ചർച്ചകളുടെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനാണ്. ഇപ്പോൾ സൂം തീർന്നതാണ്. നമുക്കിനി ആദ്യം ചാനൽ വന്നു തൊട്ട് നോക്കാം. ആധുനിക കാലത്ത് ചാനൽ ചർച്ചകൾ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ജനങ്ങളെ സ്വാധീനിക്കുന്നത്, രാഷ്ട്രീയത്തെ, സമൂഹത്തെ നിർവചിക്കുന്നത്, നരേറ്റീവുകൾ ഉണ്ടാകുന്നതൊക്കെ നമ്മുടെ ചാനൽ ചർച്ചയിലൂടെയാണ്. ഇന്ന് നമ്മുടെ ഡേറ്റ് എത്രയായിരുന്നു നോക്കട്ടെ. ഇന്ന് ജൂലൈ 5. ഇന്ന് ജൂലൈ 5 3-4 ചർച്ചകളാണ് എനിക്കുള്ളത്. ഇപ്പോൾ 7:30 മുതൽ ഏകദേശം 8 വരെ നമ്മുടെ ഹാഷ്മിയോടൊപ്പമാണ് ഫ്ലവേഴ്സ് ന്യൂസ് 24. ഫ്ലവേഴ്സ് ന്യൂസ് 24ൻ്റെ ടീമാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാമെങ്കിൽ ഇത് എൻ്റെ റൂം തന്നെയാണ്, എൻ്റെ ഹോം തിയേറ്ററാണ്. ഇത് നമ്മുടെ പുറകിലുള്ള ഗ്രീൻ സ്ക്രീനൊക്കെയാണ്. ഇതിനുശേഷം മനോരമയുണ്ട്, അതിനുശേഷം ഇന്ത്യ ടുഡേയും പിന്നെ ഈ ടൈംസ് നൗ ആണെന്ന് തോന്നുന്നു, അങ്ങനെ ചാനലുണ്ട്. അത് സൂമിലൂടെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വ്യത്യസ്ത ലൈറ്റ് നമ്മുടെ റൂമിലേക്ക് വരുന്നു. ഫിറ്റ് ചെയ്തോ ബൈ, മൈക്ക് ഒന്ന് ഫിറ്റ് ചെയ്തു. എന്താ ബൈയുടെ പേര്? രാഹുൽ. രാഹുൽ എന്നാണ് പേര്. ചേട്ടനെ ദൂരെ നിന്ന് കാണാൻ പറ്റുമെന്നല്ല, ചേട്ടൻ ഒന്ന് അടുത്ത് വരാമോ? ചേട്ടൻ ഒന്ന് അടുത്ത് വരാമോ? ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ നിങ്ങൾക്ക് മുന്നെത്തിക്കുന്നത്. ചേട്ടൻ്റെ പേര് സജീവ്. ഇവരെ ഫ്ലവേഴ്സ് ന്യൂസ് 24 നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ, എൻ്റെയൊക്കെ ഗുരുവായ എൻ്റെ ആദ്യ ചർച്ച ശ്രീകണ്ഠൻ നായർ സാറിനോടൊപ്പമാണ്. അപ്പോൾ സാറിൻ്റെ ഇതിലുള്ളതാണ്. ലൈറ്റുകളൊക്കെ വെച്ച് ഫുൾ ഇതായിട്ട് ചാനൽ സ്റ്റുഡിയോയിൽ പോയതിൻ്റെ അപ്പുറമാണ്, ഇതിൻ്റെ അപ്പുറത്തെ പ്രിപ്പറേഷനും കാര്യങ്ങളുമാണ്. ഞങ്ങളവിടെ വന്നിരുന്നൊക്കെയും അടികൂടുകയും ഒക്കെ ചെയ്യുന്നതേ കാണുന്നുള്ളൂ. എന്നാൽ ഇതിൻ്റെ പിന്നിലെടുക്കുന്ന ഒരുപാട് എഫേർട്ടുകൾ. ഇനി ഇതൊന്നുമല്ല, ഇതിൻ്റെ അപ്പുറത്തെ പണിയുള്ളവരാണ് ഇതിൻ്റെ ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ടീമിൽ എഡിറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ സൗണ്ട് മിക്സിങ് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ ഇന്ന് 2-3 ചർച്ചകൾ ഉള്ളതുകൊണ്ട് ഇവിടെ ഇരുന്ന് ചെയ്യാം എന്നാ ഉദ്ദേശിച്ചത്. ഇതെനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേയുടെ ചർച്ചയാണെന്ന് തോന്നുന്നു. ഏതോ ഒരു ചർച്ച എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇതുമായിട്ട് കോയിൻസൈഡ് ചെയ്തപ്പോൾ രാഹുൽ കവലിൻ്റെ ചർച്ച മിസ് ചെയ്യേണ്ടി വന്നു. 9 മണിക്ക് എനിക്ക് തോന്നുന്നു CNIBൻ്റെ ആണെന്ന്. അത് ഹത്രാസിനെ കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ഇവിടുത്തെ കൂടോത്ര വിഷയത്തിലെ കുറിച്ചുള്ള ചർച്ചയാണുള്ളത്. മനോരമക്കാർ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വരും. ഇപ്പോൾ ഏകദേശം 7:27 ആയി, 7:27 3 മിനിറ്റുള്ളിൽ ലൈവിൽ കയറേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അത്യാവശ്യം എനിക്ക് മുടിയുള്ളതുകൊണ്ട് ഞാനൊരു ചീപ്പ് എപ്പോഴും എടുത്തു വെച്ചേക്കും. അതോടൊപ്പം ഞാനൊരു ടൈമർ സൂക്ഷിക്കാറുണ്ട്. പേന, എന്തെങ്കിലും പോയിന്റ്സ് നോട്ട് ചെയ്യാൻ പേന പോലുള്ള കാര്യങ്ങൾ. ഇത് ഇന്നലത്തെ ചർച്ചയിൽ ഉള്ളൊരു, ഇന്നലെ എനിക്കൊന്ന് മീഡിയ വണ്ണിൻ്റെ ചർച്ച ആയിരുന്നപ്പോൾ എഴുതി വെച്ച പോയിന്റ്സും മറ്റുമാണ്. ഇതാണ് ഏറ്റവും, അതായത് ഇത് നമ്മുടെ ചെവി കേൾക്കണ്ടേ, ഇവർ പറയുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കണ്ടേ, അങ്ങനെ കേൾക്കുന്ന കാര്യമാണ്. കണക്ട് ചെയ്തോ ബൈ? ഓൾറെഡി ഇവിടെ ഇപ്പത്തെ വെച്ചോ ബൈ, ഇപ്പോൾ എളുപ്പമുണ്ടാവും. ഹാഷ്മിയാണ്. അപ്പോൾ ഹാഷ്മിയുടെ ഇൻട്രോ കേട്ടില്ലെങ്കിൽ കാര്യമില്ല. ഇൻട്രോകളുടെ രാജാവ് ഹാഷ്മിയാണ്. ഹാഷ്മിയുടെ ഇൻട്രോ ആണ് അതിൽ ഏറ്റവും വലിയ പഞ്ച്. ചേട്ടാ, ലാപ്ടോപ്പ് സ്ക്രീനിൽ വരുമോ? ഞാൻ മാറ്റാതാ. ഞാൻ ലാപ്ടോപ്പിൽ വെക്കുന്നത് എങ്ങനുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ടും ഞാൻ എന്നിട്ട് ചെയ്യുന്നത് ഫ്ലവേഴ്സ് ന്യൂസ് 24ൻ്റെ ഒരു ലൈവും കൂടെ ഇടും. ഞാൻ സംസാരിക്കുന്ന സൗണ്ട് കൂടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാര്യം എൻ്റെ ചെവിയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് എത്ര ഉണ്ടെന്ന് എനിക്ക് വലിയ പിടിയില്ല. കറക്റ്റ്. ഞാൻ എന്നിട്ട് ഇങ്ങനെ കൂടെ ഇട്ടിരിക്കും. വിഴിഞ്ഞത്തിനെ കുറിച്ചൊരു വാർത്തയാണ് അവർ ചെയ്യുന്നത്. സ്ക്രീൻ എന്ത് പോകാത്തത്? അപ്പോൾ ഇതിങ്ങനെ വെച്ചിരിക്കും. എങ്ങനെയുണ്ട് ഓൾറെഡി ഫീല്, കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. സംസാരിക്കാൻ പറ്റില്ല മറ്റേ ചെവിയിൽ ഉള്ളതുകൊണ്ട്. ചേട്ടാ, മനോരമ വരികയാണെങ്കിലേ ഒന്ന് അകത്തേക്കാം വെച്ചേക്കണേ. എന്താ മറ്റേ മൊബൈൽ എവിടെ, മറ്റേ റെക്കോർഡ് ചെയ്യാനുള്ളത്? അപ്പോൾ ഇനി മനോരമക്കാർ വന്നിട്ട് ബാക്കിയുള്ള കാര്യം കൂടെ കാണാം. ഇങ്ങനെയാണ് ചാനൽ ചർച്ചകൾ നടക്കുന്നത്.
ഹാഷ്മി ഇൻട്രോ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം കുറച്ച് സെക്കൻഡുകൾ ഡിഫറുണ്ട്. എനിക്കിത് കേൾക്കാം. ലൈവിൽ വരുന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ഹാഷ്മിയുടെ ഒരു നല്ല ഇൻട്രോ കാണാം. കാണാം. ഓണയർ എടുത്തോ. ഏതാനും സെക്കൻഡുകൾ താമസിച്ചാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. കണ്ടതാ, ഇത് 24 ന്യൂസ് ലൈവ് പോവാണ്. എനിക്ക് ഹാഷ്മിയുടെ ഇൻട്രോ കഴിഞ്ഞു. ഇനിയാ നിങ്ങളിലേക്ക് വരുന്നത്. അതാ ഹാഷ്മിയുടെ ഇൻട്രോകളുടെ രാജാവ് എത്തിക്കഴിഞ്ഞു. ഇനി ഇതാ പരിപാടിയിലേക്ക് പോവാണ്. ഇനി അടുത്ത പരിപാടിക്ക് ബാക്കി ആഡ് ചെയ്യാം. മനോരമക്കാർ വന്നു കേട്ടോ. ചേട്ടോ ബൈ കാണാം. താങ്ക് യു. നമ്മുടെ ഫ്ലവേഴ്സ് ന്യൂസ് 24 ഇറങ്ങി മനോരമയിലേക്ക് കയറാൻ പോവാണ്. ഇന്റർനെറ്റ് പോയിന്ന് തോന്നുന്നു. ലൈറ്റ് കുറവാണ്, അപ്പോൾ അവർ ഒരു ലൈറ്റും കൂടെ സെറ്റ് ചെയ്യാണ്. ഇന്റർനെറ്റ് ചെറുതായിട്ട് കട്ടായും തോന്നുന്നു. അങ്ങനെ ഒരു കൺഫ്യൂഷനാണ്. കുറച്ചുകൂടെ ലൈറ്റ് വന്ന് കണ്ടു. ഓക്കെ, അങ്ങനെയാണ് ലൈറ്റ് എടുത്തത്. എന്തോ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ മനോരമയുടെ തീർന്നു. അങ്ങനെ അടുത്തത് NDTVയിൽ കയറുകയാണ്. ജോയിൻ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ക്രീനൊക്കെ മാറ്റാൻ തോന്നുന്നു. നോക്കട്ടെ, നമ്മൾ മാറ്റാം. താങ്ക്സ് ബൈ. താങ്ക്സ്. എന്താ ബൈയുടെ പേര്? ജെയിംസ്. NDTVയുടെ ഉണ്ട്. ഇന്ന് മനോരമയുടെ ഉള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ ഇന്ത്യ ടുഡേയുടെ ക്യാൻസൽ ചെയ്തു. എടുത്തോ? അയ്യോ, വേറെ എന്തോ പ്രോഗ്രാമാണല്ലോ. അല്ല, ഇത് NDTV മറ്റേ ഹത്രാസിന്റെ വിഷയം അല്ല. ഇതേ ചാനൽ ചർച്ചയ്ക്ക് പിന്നിലുള്ള നമ്മൾ ഒന്നുമില്ല. ചാനൽ ചർച്ച എന്ന് പറയുമ്പോഴേ ഒരുപാട് പേര് എന്താണ് ഈ ചാനൽ ചർച്ചയിൽ നടക്കുന്നതെന്ന് ചോദിക്കാൻ. അപ്പൊ എന്റെ യൂട്യൂബിന് വേണ്ടി ഒരു വീഡിയോ, എന്തുവാണ് ഈ ചാനൽ ചർച്ചകൾ നടക്കുന്നത്? ഓ ശരി, ഉറപ്പായിട്ട് ചെയ്യാം കേട്ടോ, ഉറപ്പായിട്ട് ചെയ്യാം. ഭായിയുടെ പേരെന്തായാലും വിട്ടു. ജെയിംസ് സാർ. യെസ് മാഡം, ലൗഡ് ആൻഡ് ക്ലിയർ. आपको सुनाई दे रहा है मैडम? Zoom is the anchor. Your frame is fine. Yeah, my frame is fine now. Okay. കുറച്ച് ലൈറ്റ് ഒന്ന് താത്തി വെച്ചു. ഇവിടെ എവിടെയെങ്കിലും പിടിച്ചാൽ പക്ഷേ ലൈറ്റ് കൂട്ടിക്കും. ഇത് നമ്മുടെ NDTVയുടെ ചർച്ചയാണ്. നമ്മുടെ ഹത്രാസിലെ ഭോലെ ബാബ പുള്ളിയുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണെടുക്കാൻ നോക്കി 122 പേര് മരിച്ചു. വളരെ വിഷമകരമായ, ചിരിച്ചതല്ല, അങ്ങനല്ല, അത്രയും ചെറിയ. അയ്യോ, സമയം 9:30. ഇപ്പോ നമ്മൾ കഴിഞ്ഞ ഇപ്പൊ 9/29 ജൂലൈ 5 നമ്മൾ 7:15 തുടങ്ങിയ അഭ്യാസമാണ്. ആദ്യം ഫ്ലവേഴ്സ് ന്യൂസ് 24, മനോരമ, NDTV, ഇടയ്ക്കുള്ള ഇന്ത്യ ടുഡേ ക്യാൻസലായി. അപ്പോൾ നമുക്കിനിയും കഴിഞ്ഞ ഒരു 2 hours റീവൈൻഡ് ചെയ്ത് നോക്കാം. ചാനൽ ചർച്ചകളിൽ എന്താണ് സംഭവിക്കുന്നത്, ചാനൽ ചർച്ചകളുടെ പിന്നാമ്പുറങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഷൂട്ടിംഗ് എടുക്കുന്നത്, എങ്ങനെയാണ് ഗസ്റ്റുകൾ അറേഞ്ച് ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ 3 ചർച്ചകളിൽ ഇന്നത്തെ ജൂലൈയുടെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്താ നോക്കാം. ഈ ജൂലൈ 5 സംഭവിച്ച 3 ചർച്ചകൾ, നമ്മുടെ കേരളത്തിലെ കൂടോത്രത്തിൻ്റെ വിഷയം, പിന്നെ ഹത്രാസിൽ മറ്റേ 121 പേര് മരിച്ച വിഷയം, ഇതെല്ലാം കൂടെ ചേർത്താണ്. അപ്പോൾ ചാനൽ ചർച്ചകളുടെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനാണ്. ഇപ്പോൾ സൂം തീർന്നതാണ്. നമുക്കിനി ആദ്യം ചാനൽ വന്നു തൊട്ട് നോക്കാം.